ഈ സിറിയയിലെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അവിടുത്തെ പ്രസിഡന്റിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? 2012 സിറിയയിലെ ഹോംസ് നഗരത്തിൽ നടന്ന ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫ്രാൻസ് സിറിയൻ സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഫ്രാൻസിലെ കോടതിയാണ് ഈ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ ഈ നീക്കത്തെ അന്താരാഷ്ട്ര നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ നടപടിയായിട്ടാണ് കാണുന്നത്. ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. 2012 ഫ്രഞ്ച് മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് സിറിയൻ ഭരണകൂടം നടത്തിയ ഷെല്ലാക്രമണങ്ങളിൽ ഫ്രഞ്ച് പത്രപ്രവർത്തകരായിട്ടുള്ള ഗില്ലക്സ് ജാക്വയർ കൊല്ലപ്പെടുകയും എഡിത്ത് ബൗവിയർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ഫ്രാൻസ് നടത്തിയ അന്വേഷണത്തിലാണ് സിറിയൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. ഈ ആക്രമണങ്ങൾ മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരെയും മനഃപൂർവ്വം ലക്ഷ്യമിട്ടതാണെന്ന് ഫ്രഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഈ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഈ നീക്കത്തെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ സ്വാഗതം ചെയ്തിരിക്കുന്നു. സിറിയയിൽ നടന്ന യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിട്ടാണ് ഈ ഒരു വിധിയെ ഇവർ കാണുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അഭിപ്രായപ്പെട്ടു, ഇത് മറ്റു രാജ്യങ്ങൾക്കും പ്രചോദനമാവണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് നടന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് ഈ നടപടി കൂടുതൽ ശക്തി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് റോയിട്ടേഴ്സിൽ വന്ന ഒരു വാർത്തയാണിത്. അതിനോടൊപ്പം തന്നെ ഫ്രഞ്ച് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. സിറിയൻ മുൻ പ്രസിഡന്റ് അസദിനെതിരെയായിട്ടുള്ളതാണ് അറസ്റ്റ് വാറണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അറസ്റ്റ് വാറണ്ട് സിറിയൻ മുൻ പ്രസിഡൻ്റായിട്ടുള്ള അസദിനെതിരെയാണ് ഫ്രാൻസിലെ പരമോന്നത കോടതിയാണ് അത് പറയുന്നത്. അപ്പോൾ 2013 ആഭ്യന്തര യുദ്ധത്തിനിടെയുണ്ടായിട്ടുള്ള മാരകമായ രാസായുധ ആക്രമണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെതിരെയുള്ള ഫ്രാൻസിൻ്റെ അറസ്റ്റ് വാറണ്ടാണ് ഫ്രാൻസിലെ കസേഷൻ കോടതി വെള്ളിയാഴ്ച ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രസിഡന്റ് പ്രതിരോധ ശേഷിക്ക് അപവാദങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ വിധിച്ചു. അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നത്. മുൻ പ്രസിഡന്റിനെതിരെയുള്ള അത് റദ്ദാക്കിയിട്ടുണ്ട്, അറസ്റ്റ് വാറണ്ട് റദ്ദാക്കിയിട്ടുമുണ്ട്. 2013 മാരകമായിട്ടുള്ള രാസായുധ ആക്രമണവുമായി ബന്ധപ്പെട്ട് സിറിയൻ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കുന്നതിന് മുമ്പ് പുറപ്പെടുവിച്ച ഫ്രാൻസിലെ അറസ്റ്റ് വാറണ്ട് ഫ്രാൻസിലെ പരമോന്നത കോടതിയാണ് റദ്ദാക്കിയത്. യുദ്ധക്കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യരാശികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും പ്രസിഡന്റിൻ്റെ പ്രതിരോധ ശേഷിയിൽ നിന്ന് ഒരു അപവാദവുമില്ലെന്ന് കാസേഷൻ കോടതി വിധിച്ചു. എന്നാൽ ഡിസംബറിൽ ഒരു ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സംഘം അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം അദ്ദേഹം ഇനി പ്രസിഡന്റ് അല്ലാത്തതിനാൽ അദ്ദേഹത്തിനെതിരെ പുതിയ അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിക്കാം എന്നും അതിനാൽ കേസിലെ അന്വേഷണം തുടരാമെന്നും അതിൻ്റെ അധ്യക്ഷനായ ജഡ്ജി ക്രിസ്റ്റോഫ് ഷൊളാർഡ് കൂട്ടിച്ചേർത്തു. ആരോപണങ്ങളുടെ കാഠിന്യം കാരണം പ്രതിരോധശേഷി ബാധകമല്ലെന്ന് കോടതി വിധിക്കുമെന്ന് മനുഷ്യാവകാശ വക്താക്കൾ പ്രതീക്ഷിച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര നിയമത്തിൽ കുറ്റാരൂപതരായിട്ടുള്ള യുദ്ധക്കുറ്റവാളികളെ കണക്കിൽ എടുക്കുന്നതിന് പ്രധാന മാതൃക സൃഷ്ടിക്കുമെന്നും പറയപ്പെടുന്നു. 2013 ഓഗസ്റ്റ് 4-5 തീയതികളിൽ ഡമാസ്കസിന് പുറത്തുള്ള അദ്രിയിലും ഡൗമയിലും നടന്ന സരിൻ വാതക ആക്രമണത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് US ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 2023 നവംബറിൽ ഫ്രഞ്ച് അധികൃതർ അസദിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. യുദ്ധക്കുറ്റങ്ങളിലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലുമൊക്കെ അസാദിന് പങ്കുണ്ടെന്നും ആരോപിക്കപ്പെട്ടെങ്കിലും അക്കാലത്ത് സിറിയൻ അധികാരികൾ പങ്കാളിത്തം നിഷേധിക്കുകയും വിമതരുടെ മേൽ കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തികളെ വിചാരണ ചെയ്യാൻ കഴിയുന്ന സാർവത്രിക അധികാര പരിധി എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് ജുഡീഷ്യറി കേസ് കൈകാര്യം ചെയ്തത്. അതിജീവിച്ചവരുടെയും സൈനിക കുറ്റക്കാരുടെയും സാക്ഷ്യങ്ങളും ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി അസദ് ഒരു എലൈറ്റ് ആർമി യൂണിറ്റിൻ്റെ തലവനായ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മഹർ, 2 ജനറൽമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 3 വാറണ്ടുകൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അംഗീകാരം നൽകിയെങ്കിലും അസദിനെ ലക്ഷ്യം വച്ചുള്ള ഒന്നിനെതിരെ അപ്പീൽ നൽകിയിരുന്നു.
ഒരു രാഷ്ട്രത്തലവനെന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്ന് വാദിച്ചു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ജൂണിൽ പാരീസ് അപ്പീൽ കോടതി ശരിവെച്ചു. പ്രോസിക്യൂട്ടർമാർ വീണ്ടും അപ്പീൽ നൽകി. 2017 സിറിയൻ നഗരമായിട്ടുള്ള ഡെറയിൽ ഒരു ഫ്രഞ്ച് സിറിയൻ സിവിലിയൻ കൊല്ലപ്പെട്ട ബോംബാക്രമണത്തിൽ യുദ്ധക്കുറ്റങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതിൻ്റെ പേരിൽ ജനുവരിയിൽ ഫ്രഞ്ച് അന്വേഷണ മജിസ്ട്രേറ്റുകൾ അസദിനെതിരെ രണ്ടാമത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള വിമതർ അസദിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് റഷ്യൻ അധികാരികൾ അസദും കുടുംബവും റഷ്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ഇതിൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നിലനിന്ന് വരുന്നത്. അതിലെ മുൻ പ്രസിഡന്റ്, അതായത് ഇപ്പം ഈ മുൻ പ്രസിഡന്റ് സിറിയൻ പ്രസിഡന്റ് അസദിനെതിരെ അറസ്റ്റ് വാറണ്ട് വീണ്ടും പുറപ്പെടുവിച്ചു എന്നുള്ളത്. അത് റദ്ദാക്കിയതിന് ശേഷമുള്ള ഏറ്റവും പുതിയ അറസ്റ്റ് വാറണ്ടാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഹോംസിലെ ഒരു പ്രസ് സെൻറ്ററിന് നേരെ ഉണ്ടായ ബോംബാക്രമണമായിരുന്നു. അതിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് ഉൾപ്പെടെ 7 മുൻ സിറിയൻ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഫ്രഞ്ച് കോടതി അന്ന് തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി ജുഡീഷ്യൽ വൃത്തങ്ങളും മനുഷ്യാവകാശ സംഘടനകളും അറിയിച്ചിരുന്നു. 2012 ഫെബ്രുവരി 22-ന് അനൗപചാരികമായിട്ടുള്ള പ്രസ് സെൻറ്ററിൽ ഒരു റോക്കറ്റ് വന്നിടിച്ചു. അവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു US പത്രപ്രവർത്തക മേരി കോൾവിനും ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ റമി ഒച്ലിക്കും കൊല്ലപ്പെടുകയും മറ്റു 2 പ്രവർത്തകർക്കും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹചാരിക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 2024 ഡിസംബറിൽ പ്രതിപക്ഷ പോരാളികൾ സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ റഷ്യയിലേക്ക് പലായനം ചെയ്ത അൽ അസദിനെ കൂടാതെ അക്കാലത്ത് 4ാമത്തെ സിറിയൻ കവചിത വിഭാഗത്തിൻ്റെ യഥാർത്ഥ തലവനായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ മഹർ അൽ അസദ്, ഇൻ്റലിജൻസ് മേധാവി അലി മംലൂക്ക്, അന്നത്തെ സൈനിക മേധാവി അലി അയ്യൂബ് എന്നിവർക്കെതിരെയും വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള കേസുകളിൽ കോടതിയിൽ ഫയൽ ചെയ്യാൻ ഫ്രാൻസ് അനുവാദം നൽകിയിട്ടുണ്ട്. വിദേശ മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്ന് ഫ്രഞ്ച് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി സിറിയൻ സെൻറ്റർ ഫോർ മീഡിയ ആൻഡ് ഫ്രീ എക്സ്പ്രഷൻ പറഞ്ഞു. ബാബ് അമറിലെ അനൗപചാരിക പത്ര കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം വിദേശ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് കുറ്റകൃത്യങ്ങളുടെ മാധ്യമ കവറേജ് പരിമിതപ്പെടുത്താനും അവരെ നഗരവും രാജ്യവും വിട്ടുപോകാൻ നിർബന്ധിക്കാനുള്ള സിറിയൻ ഭരണകൂടത്തിൻ്റെ വ്യക്തമായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ വ്യക്തമായി കണ്ടെത്തി. സിറിയൻ സെൻറ്റർ ഫോർ മീഡിയ ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ജനറൽ ഡയറക്ടറും അഭിഭാഷകനുമായിട്ടുള്ള മസൈൻ ഡാർവിഷ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ബഷർ അൽ അസദിൻ്റെ ഭരണകൂടം നടത്തിയ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്താൻ മാധ്യമപ്രവർത്തകർ ഉപരോധിക്കപ്പെട്ട നഗരത്തിലേക്ക് രഹസ്യമായി പ്രവേശിച്ചെന്നും ലക്ഷ്യമിട്ട ബോംബാക്രമണത്തിന് ഇരയായി എന്നും പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഭിപ്രായപ്പെട്ടു. FIDHൻ്റെയും ഒച്ലിക്കിൻ്റെയും മാതാപിതാക്കളുടെ അഭിഭാഷകയായിട്ടുള്ള ക്ലെമൻസ് ഒബ്കാർട്ട് ചൊവ്വാഴ്ച വാറണ്ടുകളിൽ സ്വാഗതം ചെയ്യുകയും ബഷർ അൽ അസദിൻ്റെ ഭരണകൂടം നടത്തിയ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഫ്രാൻസിൽ വിചാരണയ്ക്ക് വഴിയൊരുക്കുന്ന നിർണായക നടപടി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു.